ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റാറ്റെക് മലയാളി. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാൻക്രിയാറ്റോഗ്രഫി അല്ലെങ്കിൽ ERCP എന്ന് പറയും. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ, ഇൻഡിക്കേഷൻ, കോൺട്രാ ഇൻഡിക്കേഷൻ, കോൺട്രാസ്റ്റ് മീഡിയ, എക്യുപ്മെൻറ്റ്സ്, പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, കോംപ്ലിക്കേഷൻ ആൻഡ് ആഫ്റ്റർ കെയറുകളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ERCP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഡിയോഗ്രാഫി എക്സാമിനേഷൻ പെർഫോംഡ് ബൈ ദ gastroenterologist under the guidance of the radiologist for the evaluation of the abnormalities, obstruction in the bile duct, pancreatic duct and the papilla of water. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റും അതുപോലെ തന്നെ റേഡിയോളജിസ്റ്റും കൂടി എടുക്കുന്ന ഒരു റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ ആണ് ഈ ഒരു ERCP എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ബൈൽ ഡക്റ്റ്, പാൻക്രിയാറ്റിക് ഡക്റ്റ്, പാപ്പില്ല ഓഫ് വാട്ടറിൻ്റെയൊക്കെ അബ്നോർമാലിറ്റീസും ഒബ്സ്ട്രക്ഷൻസിനൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ERCP എന്ന് പറയുന്നത് നമ്മൾ എൻഡോസ്കോപ്പും അതുപോലെ തന്നെ ഫ്ലൂറോസ്കോപ്പും യൂസ് ചെയ്തിട്ടാണ് ഈ എക്സാമിനേഷൻ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാൻക്രിയാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഇതൊരു തെറപ്യൂട്ടിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് പർപ്പസ് ആണെന്ന് പറയാം. ബൈൽ ഡക്റ്റ് സ്റ്റീനോസിസ് ആൻഡ് ഗോൾ സ്റ്റോൺസ് ക്യാൻ ബി ഡയഗ്നോസ്ഡ് ആൻഡ് റിമൂവ്ഡ് ബൈ ദി ERCP. നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ അത് തെറപ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഒരു പർപ്പസ് ആയിട്ട് നമുക്കിത് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഇൻഡിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ബൈൽ ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ, ഗോൾ സ്റ്റോൺ ഇൻ ദ ബൈൽ ഡക്റ്റ് സ്റ്റീനോസിസ് മീൻസ് നാരോ ആവുന്ന കണ്ടീഷൻ, പാൻക്രിയാറ്റിക് ഡക്റ്റ് ഒബ്സ്ട്രക്ഷൻ ഓർ നാരോയിങ്, സിവിയർ ജോണ്ടിസ് ഒക്കെയാണ് ERCPൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ ഈസോഫേജിയൽ ഒബ്സ്ട്രക്ഷൻ, അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, സസ്പെക്റ്റഡ് യൂറിനറി ഒബ്സ്ട്രക്ഷൻ, സിവിയർ കാർഡിയോ റെസ്പിറേറ്ററി ഡിസീസ്, ഹൈപ്പർ സെൻസിറ്റീവ് ടു അയഡിൻ, സസ്പെക്റ്റഡ് പ്രഗ്നൻസി ഒക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺട്രാസ്റ്റ് മീഡിയ വാട്ടർ സോളിബിൾ അയണേറ്റഡ് കോൺട്രാസ്റ്റ് മീഡിയ, നോൺ അയണിക് ഓർ അയണിക് 20 ml ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് എൻഡോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലൂറോസ്കോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, കത്തീറ്റർ, ലോക്കൽ അനസ്തെറ്റിക് സ്പ്രേ, സിറിഞ്ച്, കാനുല, ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ, സഷൻ മെഷീൻ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻസ്, പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ഡോമിനൽ എക്സ്റേ എടുക്കണം, ചെസ്റ്റ് എക്സ്റേ, പിന്നെ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള കൊളാഞ്ചിയോഗ്രഫി ടെസ്റ്റ് റിപ്പോർട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, പിന്നെ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ഉണ്ടോ, ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളായിട്ട് പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ എടുക്കണം. ഇത്രയൊക്കെയാണ് നമ്മൾ പ്രീ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കേണ്ടത്. പേഷ്യൻ്റ് പ്രിപ്പറേഷനിൽ നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം, പേഷ്യൻറ്റിനോട് ഒരു ലോ റെസിഡ്യൂവൽ ഡയറ്റ് എടുക്കാൻ 2 ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടി പറയണം. ക്ലിയർ ആയിട്ടുള്ള ലിക്വിഡ്സ് മാത്രം ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടി പറയണം. അതുപോലെ തന്നെ 6 to 8 hours ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറയണം പേഷ്യൻറ്റിനോട്. പിന്നെ വുമൻസ് ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ പ്രഗ്നൻസി പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ മെറ്റാലിക് ഒബ്ജക്ട്സ്, മെറ്റാലിക് ജ്വൽസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. ഇത്രയാണ് പ്രിപ്പറേഷനിൽ വരുന്നത്. ഇനി പ്രൊസീജിയറിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു എക്സാമിനേഷൻ്റെ ഡേ എന്ന് പറയുന്നത് ടെക്നോളജിസ്റ്റ് ഹോൾ പ്രൊസീജിയർ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു കൺസെൻറ്റ് നമ്മൾ ഒപ്പിടിപ്പിച്ച് വാങ്ങണം. എന്നിട്ട് ഈ ഒരു പേഷ്യൻറ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഈ പേഷ്യൻറ്റിനോട് ഹോസ്പിറ്റൽ ഗൗൺ വെയർ ചെയ്യാൻ വേണ്ടി പറയണം. ഇനി പ്രൊസീജിയറിലേക്ക് പോകുമ്പോഴേക്കും പേഷ്യൻറ്റ് നമ്മൾ സുപ്പൈൻ പൊസിഷനിൽ ഫ്ലൂറോസ്കോപ്പിക് ടേബിളിലാണ് കിടത്തുന്നത്. പേഷ്യൻറ്റിൻ്റെ കയ്യിലേക്ക് നമ്മളൊരു IV ലൈൻ ഇൻസേർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആവശ്യമാണെങ്കിൽ ഒരു സെഡേറ്റീവ് മെഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പേഷ്യൻറ്റിനെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അതിനുശേഷം പേഷ്യൻ്റെ വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്ത് അത് നമ്മളിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം പേഷ്യൻറ്റിനെ നമ്മൾ പ്രോൺ പൊസിഷനിലേക്ക് കിടത്തുന്നു. പ്രോൺ പൊസിഷൻ കിടത്തുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈസോഫാഗസിലൂടെയാണ് നമ്മൾ ഇത് ഇൻറ്റുബേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻറ്റുബേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻറ്റിനാണെങ്കിലും ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനാണെങ്കിലും ഒരു കംഫർട്ടാകുന്ന രീതിയിലാണ് നമ്മൾ പ്രോൺ പൊസിഷനിലേക്ക് കിടത്തുന്നത്. അതിനുശേഷം നമ്മുടെ പേഷ്യൻറ്റിൻ്റെ വായിലേക്ക് നമ്മളൊരു ടോപ്പിക്കൽ അനസ്തെറ്റിക് സ്പ്രേ കൊടുക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റെ വായ നമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ എൻഡോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഗേഗിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം പേഷ്യൻ്റ് നമ്മളൊരു ഒബ്ലിക് പൊസിഷനിലേക്ക് കിടത്തിയിട്ട് ലെഫ്റ്റ് ആൻറ്റീരിയർ ഒബ്ലിക് പൊസിഷനാണ് മെയിനായിട്ട് നമ്മൾ കിടത്തുന്നത്. അതിനുശേഷം
എൻഡോസ്കോപ്പിൽ അനസ്തെറ്റിക് ജെല്ല് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു എൻഡോസ്കോപ്പ് ട്യൂബ് എന്ന് പറയുന്നത് ഡിയോഡിനത്തിലേക്ക് നമ്മൾ ഇറക്കുകയാണ്, മൗത്ത് വഴി ഇറക്കുകയാണ് ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ. അങ്ങനെ ഇറക്കിയതിന് ശേഷം ഈ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് സ്ലൈറ്റ്ലി ഇൻസേർട്ട് ദ എൻഡോസ്കോപ്പ് അറ്റ് പാപ്ലി ഓഫ് വാട്ടർ അണ്ടർ ദ ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസ്. ഈ ഒരു ഡിയോഡിനത്തിൽ എത്തിയതിന് ശേഷം പാപ്ലി ഓഫ് വാട്ടറിലേക്ക് ഈ ഒരു എൻഡോസ്കോപ്പിനെ മെല്ലെ സ്ലൈറ്റ്ലി ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാപ്ലി ഓഫ് വാട്ടർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കത്തീറ്റർ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഓപ്പണിംഗ് ഓഫ് ആംപുല അണ്ടർ ദ ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസ്. പാപ്ലി ഓഫ് വാട്ടറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംപുലയിലേക്ക് ഇൻസേർട്ട് ചെയ്യും. അങ്ങനെ ഈ കത്തീറ്റർ ആംപുലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ അയഡിനേറ്റഡ് കോൺട്രാസ്റ്റ് മീഡിയം നമ്മൾ കത്തീറ്റർ വഴി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കോൺട്രാസ്റ്റ് മീഡിയ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ബ്ലോക്കേജസ്, സ്റ്റോൺസ്, ലെസൻസ്, സ്ട്രിക്ചേഴ്സ് ഒക്കെ നമുക്ക് ഫ്ലൂറോസ്കോപ്പി ഗൈഡൻസിൽ റേഡിയോളജിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തിട്ട് സ്പോട്ട് ഫിലിംസ് എടുക്കും. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എൻഡോസ്കോപ്പ് റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ സെവറൽ റേഡിയോഗ്രാഫ്സ് ഒക്കെ എടുക്കും. അതിനുശേഷം പേഷ്യൻറ്റിനെ നമ്മൾ സുപ്പൈൻ പൊസിഷനിലേക്ക് കിടത്തും. ഈ ഒരു കംപ്ലീഷൻ ഓഫ് ദി എക്സാമിനേഷന് ശേഷം പേഷ്യൻറ്റിന് വേണ്ട പ്രൊജക്ഷൻസ് ഒക്കെ നമ്മൾ എടുക്കും. LAO പൊസിഷൻ, RAO പൊസിഷനിലൊക്കെ നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ എൻഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഇൻ അബ്ഡോമൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, വോമിറ്റിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇൻഫ്ലമേഷൻ ഓഫ് പാൻക്രിയാസ് ഉണ്ടാവും, പങ്ക്ചർ ഇൻ ദി ബൈൽ ഡക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻറ്റ് നമ്മൾ ഒബ്സർവേഷനിൽ വെക്കണം, വൈറ്റൽസ് എല്ലാം ചെക്ക് ചെയ്യണം. വൈറ്റൽസ് എല്ലാം മോണിറ്റർ ചെയ്ത് എല്ലാം നോർമൽ ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് നമുക്ക് എക്സാമിനേഷൻ റൂമിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. ഇത്രയും കാര്യങ്ങളാണ് ERCPയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക് യു.